മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനുമായ പി അനിലിന്റെ ബാലസാഹിത്യകൃതിയായ ആന വരുന്നുണ്ടാന വനം മന്ത്രി കെ ശശീന്ദ്രൻ പ്രകാശനം ചെയ്തു. മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രൻ ഏറ്റുവാങ്ങി. ആനകളെക്കുറിച്ച് കുട്ടികൾക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെ എഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ പി അനിൽ രചിച്ച ബാലസാഹിത്യകൃതിയായ ആന വരുന്നുണ്ടാന പ്രകാശനം ചെയ്തു. കോഴിക്കോട് കൈരളി വേദി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വനം മന്ത്രി കെ ശശീന്ദ്രൻ, മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. ആനകളെയും അവയുടെ സ്വഭാവ സവിശേഷതകളും അടുത്തറിയാനും മനസ്സിലാക്കാനും പുസ്തകം വഴിയൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അദ്ദേഹം ഇതിനകം നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത് എല്ലാ പുസ്തകവും തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തന്നെയാണ് പ്രകാശനം ചെയ്തിട്ടുണ്ടാവുക എന്നാണ്. എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. അപ്പം അത് അദ്ദേഹത്തിന് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ഒരു പ്രസക്തിയുള്ളത്, ഞാനൊരു ആനയുടെ മന്ത്രിയാണ്. അപ്പോൾ ആന കോപാകുലനായാൽ എന്താണ് എന്ന അനിഷ്ടങ്ങൾക്ക് മറുപടി പറയാനും ഓടിയെത്താനും കൂടി ബാധ്യസ്ഥനായതുകൊണ്ടാണ് ആന വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നോളാം എന്ന് ആനയുടെ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ സമ്മതിക്കാനിടയായത്. ഈ പുസ്തകം ഒരു ബാലസാഹിത്യ കൃതിയാണ്. കുട്ടികൾക്ക് ആനയെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഈ കൃതി വളരെ ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു. ഈ ഗ്രന്ഥം കുട്ടികൾ ഏറ്റെടുക്കുമെന്ന് വിശ്വാസത്തോടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എത്തുന്നു. എഴുത്തുകാരൻ സുദീപ് തെക്കേപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. എന്തായാലും പി അനിലിന്റെ സാഹിത്യ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ 5ാമത് പുസ്തകമാണ് ആന വരുന്നുണ്ടാന. ബാലസാഹിത്യകാരിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുമാ പള്ളിപ്രം പുസ്തകം പരിചയപ്പെടുത്തി. എഴുത്തുകാരൻ അക്ഷരങ്ങൾ കൂട്ടിയിണക്കി കുട്ടികൾക്കൊപ്പം നമ്മെ പഴയ പഞ്ചായത്ത് റോഡിലൂടെ പോകുന്ന ആനകൾക്കൊപ്പം നടത്തുകയാണ്. ഇരുവശങ്ങളിലെ വയലുകളെയും അന്നത്തെ ഷോപ്പിംഗ് മാളുകളായ കൊച്ചു കൊച്ചു ഓടിട്ട കടകളെയും എത്ര മിഴിവോടെയാണ്. വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് കെ ബിജു. നിർഗളമായിട്ടുള്ള വാക്സിൻ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ ഉള്ളിലേക്ക് കയറി ഇറങ്ങി വരാനുള്ള ആ കഴിവ് ഈ പുസ്തകത്തിലെ വരികളിലും ഉണ്ടാവട്ടെ എന്ന് ദൃശ്യമാധ്യമങ്ങളുടെ മേഖലകളിലൂടെ കടന്നു പോകുന്ന ഇന്നത്തെ കുട്ടികളുടെ മനസ്സിലേക്ക് ഈ വാക്കുകളുടെ അർത്ഥത്തിന് വലിയ വ്യാപ്തി ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ 24 ന്യൂസ് അസോസിയേറ്റ് എഡിറ്റർ ദീപക് ധർമ്മടം. അപ്പോൾ പല ദിവസങ്ങളിലും ഒരു ഭാഗത്ത് വന്യജീവി ആക്രമണം, മറ്റൊരു ഭാഗത്ത് ഈ ഉത്സവ കമ്മിറ്റിക്കാരെല്ലാം ഏറ്റവും കൂടുതൽ പ്രാകുന്നതും ആശ്രയിക്കുന്ന ഒരാളെയാണ് കെ ശശീന്ദ്രനെ. കാരണം തിടം എഴുന്നള്ളിക്കണമെങ്കിൽ ഇങ്ങനെ വിചാരിക്കണം, വനം വകുപ്പുകാർ മിക്കവാറും ഉത്സവങ്ങൾക്ക് പാരവെക്കുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആനയെ മനസ്സിൽ കണ്ടുറങ്ങുന്ന ഒരാൾ, ഒരാനയും പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് ഏറ്റവും കൂടുതൽ മനസ്സിൽ വിചാരിക്കുന്ന ഒരാൾ കേരളത്തിന്റെ വനമന്ത്രിയായിരിക്കും. യുനെസ്കോ സാഹിത്യ നഗരം നോഡൽ ഓഫീസർ കെ സരിത, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് പി മുഹമ്മദ്, ലോക കേരള സഭ അംഗം കെ ഖബീർ സലാല, മാധ്യമപ്രവർത്തകൻ വൈഷ്ണവ് പുല്ലാട്ട് എന്നിവർ സംസാരിച്ചു. മാതൃകാപരമായ ഇടപെടലുകൾ സാധ്യമാക്കി നമുക്കൊപ്പം നമ്മളിലൊരാളായി സഞ്ചരിക്കുന്ന ശ്രീ പി അനിലിൻ്റെ ഏറ്റവും പുതിയ ബാലസാഹിത്യ കൃതി ആന വരുന്നുണ്ടാന എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിനാണ് നമ്മളേവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. സാഹിത്യ സരയു പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. 130 രൂപയാണ് പുസ്തകത്തിന്റെ വില. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തിരുവാതിരക്കളിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സാവിയോ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ACV ന്യൂസ് കോഴിക്കോട്.